Hello everyone, welcome to Tools Academy. So HST Workshop Day 2 Module 1 നമ്മുടെ MCQ questions ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So let's dive into the MCQ questions. First question, in Pops, the rape of the lock, from whom does the Baron obtain the fatal engine? This is this. Option A, Ariel. Option B, Clarissa. Option C, Sir Plume. Option D, Sir Fopling. അപ്പോൾ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ ബാരന് സിസർ ആരാണ് പ്രൊവൈഡ് ചെയ്തത് എന്നുള്ളതാണ്. ഇവിടെ ഫേറ്റൽ എൻജിൻ ഉദ്ദേശിച്ച സിസേഴ്സ് ആണ്. അപ്പോൾ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി, ക്ലാരിസ ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, then flash the living lightning from her eyes. This line illustrates the use of. അപ്പോൾ ലിവിങ് ലൈറ്റ്നിങ് ല സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഐറണി ആണോ, ഓക്സിമോറോൺ ആണോ, അലിട്രേഷൻ ആണോ, അപ്പോസ്ട്രോഫി ആണോ? So the correct answer is option C ആണ്, alliteration ആണ്. So in the rape of the lock, Pope satirizes primarily the English military ambitions, rivalry between Whigs and Tories, preoccupation with upper class trivialities, conflicts between commoners and aristocrats. അപ്പോൾ ഇവിടെ എന്താണ് പോപ്പ് മെയിൻലി ഈ ഒരു വർക്കിലൂടെ ശരിക്കും പറഞ്ഞാൽ പ്രിയോക്കുപ്പേഷൻ വിത്ത് അപ്പർ ക്ലാസ് ട്രിവിയലിറ്റീസ് ആണ്, അപ്പർ ക്ലാസിൻ്റെ ട്രിവിയലിറ്റീസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ അതിനെയാണ് മോക്ക് ചെയ്തിട്ടുള്ളത്. സോ ദ ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ റേപ്പ് ഓഫ് ദ ലോക്ക് ദ എയറി ബാൻഡ് റെഫേഴ്സ് ടു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എയർ സ്പിരിറ്റ്സ് അല്ലെങ്കിൽ എയറി ബാൻഡ് എന്ന് റെഫർ ചെയ്യുന്നത് ആരെയായിരുന്നു? ദ സിൽസ് അസൈൻഡ് ടു പ്രൊട്ടക്ട് ബെലിൻഡയാണ്. ഓപ്ഷൻ ഡി, ദ സിൽസ് അസൈൻഡ് ടു പ്രൊട്ടക്ട് ബെലിൻഡയാണ്. എയർ സ്പിരിറ്റ്സിനെയാണ് നമ്മളിവിടെ എയറി ബാൻഡ് എന്നീ കവിതയിൽ റെഫർ ചെയ്തിട്ടുള്ളത്. ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, at the end of Pope's The Rape of the lock is turned into a star kept by the Baron, returned to Belinda, guarded by the Silts. അപ്പോൾ എന്തായിരുന്നു അത്? ഇമ്മോർട്ടലൈസ് ചെയ്യപ്പെടുകയായിരുന്നു. അത് ലാസ്റ്റ് ഇറ്റ് ടേൺഡ് ഇൻടു എ സ്റ്റാർ. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ എ. സിക്സ്ത് ക്വസ്റ്റ്യൻ, in the famous true ace in writing lines Pope uses. See, one thing is, no matter what, ഇത് അത്യാവശ്യം വളരെ ലെങ്തി ആയിട്ടുള്ള പോയമാണ്. അപ്പം ലൈക്ക് യു കനോട്ട് ഗോ ഇറ്റ് ബൈ ലൈൻ പോകാൻ പറ്റിയില്ലെങ്കിലും യു ക്യാൻ ഗിവ് സ്മാർട്ട് ഗെസ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ മെയിൻലി ഹെറോയിക് കപ്ലെറ്റ്സിനെ പറ്റിയാണ് സംസാരിച്ചിട്ടുള്ളത്. ബിക്കോസ് ഓഗസ്റ്റൻ ഏജ് ആണ്, അതുപോലെ തന്നെ പോപ്പ് എപ്പോഴും എംപ്ലോയ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ടെക്നിക്കാണ് ഹെറോയിക് കപ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പം യു ക്യാൻ സ്മാർട്ട് ഗെസ് ദ answer actually. So here the option is actually heroic couplet ആണ്. ഓപ്ഷൻ ബി heroic couplet ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. In the rape of the lock, when Pope compares Belinda's laws of a lock to epic heroes losing their arms or kingdoms, he is employing which satirical technique? One is irony, option B mock epic allusion, C understatement and D allegory ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? അതൊരു മോക്ക് എപ്പിക് അല്യൂഷൻ ആണ്, അതായത് എപ്പിക്കുമായിട്ട് മോക്ക് ചെയ്തിട്ടുള്ള അല്യൂഷൻ ആണ് അതവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി മോക്ക് എപ്പിക് അല്യൂഷൻ ആണ്. Next question, a common feature of the mock epic used by Pope is internal rhyme, an inflated tone, a pastoral setting. Option D, a dramatic monologue. അപ്പോൾ നിങ്ങൾക്കറിയാം ബി ഒരു ഇൻഫ്ലേറ്റഡ് ടോൺ ഉണ്ട്, അതായത് എല്ലാത്തിനെയും എക്സാജറേറ്റ് ചെയ്ത് ഇൻഫ്ലേറ്റ് ചെയ്യുന്ന ഒരു ടോണാണ് മോക്ക് എപ്പിക്കിനുള്ളത്. സോ ദ ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി, an inflated tone ആണ്. Next question, ninth question, who is Shock in the Rape of the Lock? അതാരാണ്? Belinda's horse, Belinda's lapdog, the Baron's servant, herself. The option is ഓപ്ഷൻ ബി ആണ്. ബെലിൻഡാസ് ലാപ്ഡോഗിൻ്റെ പേരാണ് ഷോക്ക് എന്ന് പറയുന്നത്. കാൻറ്റോ 1 തന്നെ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. 10th question, what card game do Belinda and the Baron play in Canto 3? പോക്കർ, ഓംബ, ഹേർട്സ്, ഫാരോ. അപ്പം നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓംബ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാൻറ്റോ 4 അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ next question, which supernatural being descends to the cave of spleen in Canto 4? Ariel, Umbriel, Clarissa. Option D, Sir Plume ആണ്. അപ്പോൾ ആരാണ് കേവ് ഓഫ് സ്പ്ലീനിൽ പോയി സൈസും സോപ്സും ഒക്കെ തിരിച്ചു കൊണ്ടുവന്നത്? ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, Umbriel ആണ്. Next question, what does a gnome Umbriel bring from the cave of spleen? എന്താണ് തിരിച്ചു കൊണ്ടുവന്നത് Umbriel അവിടെ നിന്ന് പോയിട്ട്? ഓപ്ഷൻ എ സൈസ്, സോപ്സ് ആൻഡ് പാഷൻസ് ആണോ, മാജിക്കൽ വെപ്പൺസ് ആണോ, വയൽ ഓഫ് ലവ് ആണോ, റിംഗ് ആണോ? Here the correct answer is
Sighs, sobs and passions. Option A ആണ് correct answer. Which literary device is strongly used when Pope compares trivial matters to grand epic battles? Hyperbole ആണോ, metonymy ആണോ, അതോ mock grand style ആണോ, lots ആണ്? Parody ആണ്. ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള parody ആണ്, mock grand style ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. So the answer is option C ആണ് answer. Now, what metaphorical significance does the lock of hair have in the poem? It symbolizes innocence and virginity. It symbolizes pride and vanity. It acts as a token of affection. It denotes political power. ഇപ്പോൾ ആൻസർ ഇവിടെ എന്താണ്? ആൻസർ ബി ആണ്. പ്രൈഡ് ആൻഡ് വാനിറ്റി ആണ് ആക്ച്വലി ആ ലോക്ക് ഓഫ് ഹെയർ ആക്ച്വലി സിംബലൈസ് ചെയ്യുന്നത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദ റേപ്പ് ഓഫ് ദ ലോക്ക്? അപ്പോൾ റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറയുന്ന കവിതയുടെ ടോൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? മോൺഫുൾ ആൻഡ് ട്രാജിക്, ഓപ്ഷൻ ബി റൊമാൻറ്റിക് ആൻഡ് സീരിയസ്, ഓപ്ഷൻ സി ലൈറ്റ് ഹാർട്ടഡ് ആൻഡ് സറ്റാറിക്കൽ, ഓപ്ഷൻ ഡി ഫിലോസഫിക്കൽ ആൻഡ് ഡൈഡാറ്റിക്. അപ്പോൾ ഇവിടെ എന്താണ് റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറയുന്ന ആ ഒരു കവിതയുടെ ടോൺ എന്താണെന്ന് ചോദിച്ചാൽ ലൈറ്റ് ഹാർട്ടഡ് ആണ്, എന്നാൽ സറ്റാറിക്കലും ആണ്. ഭയങ്കര അറ്റമെൻറ്റ് ഹാർഷ് ക്രിറ്റിസിസം അല്ല, വളരെ ലൈറ്റ് ഹാർട്ടഡ് ആണ്. എന്നാൽ സറ്റാറിക്കൽ ആണോ ചോദിച്ചാൽ നല്ല സറ്റാറിക്കൽ ആയിട്ടുള്ള ഒരു കവിതയുമാണ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി, ലൈറ്റ് ഹാർട്ടഡ് ആൻഡ് സറ്റാറിക്കൽ ആണ് ആൻസർ. Now, which version of the Rape of the Lock expanded the poem to 5 cantos? ഇപ്പോൾ റേപ്പ് ഓഫ് ദ ലോക്കിൽ 5 ക്യാൻറ്റോസിലേക്ക് ഏത് വേർഷനാണ് എക്സ്പാൻഡഡ് ആയത്? ഇവിടെ ഓപ്ഷൻ the 1712 version, the 1714th version, the 1717th version, 1720th version ഉണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1714th version ആണ്. അതായത് ഒറിജിനൽ വേർഷൻ 1712, പിന്നെ 2 റിവിഷൻസ് വന്നിട്ടുണ്ട്. സെക്കൻഡ് റിവിഷനിൽ തന്നെ 5 ക്യാൻറ്റോസിലേക്ക് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. തേർഡ് റിവിഷനിൽ നമ്മൾ ആക്ച്വലി എന്തായിരുന്നു, ക്ലാരിസയുടെ സ്പീച്ചാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി ആണ്, 17th 14th വേർഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, Belinda's morning routine toilet is described in more heroic style. Which technique is prominent there? ഇപ്പോൾ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീനാണത്. ക്യാൻറ്റോ 1-ലെ വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് സെഷനാണ് ടോയ്ലറ്റ് സെഷൻ എന്ന് പറയുന്നത്. അവിടെ ഏത് ടെക്നിക്കാണ് പ്രോമിനൻ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എപ്പിക് സിമിലൈസ് ആണോ, അപ്പോസ്ട്രഫി ആണോ, ഡ്രമാറ്റിക് ഐറണി ആണോ, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ആണോ? ഒബ്വിയസ്ലി എപ്പിക് സിമിലീസ് ആണ്. അതായത് ഒരു വാരിയർ ഒരു ബാറ്റിലിന് പോകാൻ ആമിങ് ചെയ്യുന്ന പോലെയാണ് അവിടെ എന്താണ് ബെലിൻഡ രാവിലെ അണിഞ്ഞൊരുങ്ങുന്നത് കമ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഒബ്വിയസ്ലി ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, എപ്പിക് സിമിലീസ് ആണ് ആൻസർ ആയിട്ടുള്ളത്. ഓക്കെ, വാട്ട് വെപ്പൺ ഡസ് ക്ലാരിസ പ്രൊവൈഡ് ടു ദ ബാരൻ ടു ഹെൽപ്പ് ഹിം ഇൻ ഹിസ് സ്കീം? ഇപ്പോൾ ക്ലാരിസ ഒരു എന്താ പറയുക ഒരു വെപ്പൺ കൊടുത്തിട്ട് ആ വെപ്പൺ കൊണ്ടാണല്ലോ ആക്ച്വലി ബെലിൻഡയുടെ ഹെയർ കട്ട് ചെയ്തത്. ആ വെപ്പൺ എന്താണെന്ന് അവരുടെ ചോദ്യം. ഓപ്ഷൻ എ ഡാഗർ, ഓപ്ഷൻ ബി എ സോഡ്, ഓപ്ഷൻ സി എ പെയർ ഓഫ് സിസേഴ്സ്, ഓപ്ഷൻ ഡി എ ഡബിൾ എഡ്ജ്ഡ് റേസർ എന്നുള്ളതാണ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഇസ് എ പെയർ ഓഫ് സിസേഴ്സ് ആണ് ആക്ച്വലി ക്ലാരിസ ബാരനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തത്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി ഹൗ മെനി സിൽസ് വാച്ച് ഓവർ ബെലിൻഡ ഇൻ ദ എയറി ബാൻഡ്? അപ്പോൾ ക്യാൻറ്റോ 3-ൽ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ സിൽസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ എ 30 ആണോ, ഓപ്ഷൻ ബി 50 ആണോ, ഓപ്ഷൻ സി 72 ആണോ, ഓപ്ഷൻ ഡി 100 ആണോ? ഒബ്വിയസ്ലി 50 സിൽസ് ആണ് ആക്ച്വലി ഏറിയൽ ബെലിൻഡയുടെ പ്രൊട്ടക്ഷനായിട്ട് അസൈൻ ചെയ്തിട്ടുള്ളത്. അവരുടെ ഒരു ഡ്യൂട്ടിയിൽ ഫെയിൽ ആവുകയാണെങ്കിൽ അത് പണിഷ് ചെയ്യുമെന്നും ഏറിയൽ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി 50 ആണ് ആൻസർ. ഓക്കെ, what is Embryal's primary motive in Canto 4? Retribution against Belinda, to retrieve forces of spleen to trouble Belinda, to aid the Baron directly, to convert the sins. അപ്പോൾ എംബ്രിയലിൻ്റെ പ്രൈമറി മോട്ടീവ് എന്തായിരുന്നു? സ്പ്ലീനിൽ പോയി ഫോഴ്സസ് റിട്രീവ് ചെയ്തിട്ട് ബെലിൻഡയെ ട്രബിൾ ചെയ്യണം എന്നായിരുന്നു എന്താ പറയുക എംബ്രിയലിൻ്റെ മോട്ടീവ്. അതിന് വേണ്ടിയിട്ടാണ് കേവോ സ്പ്ലീനിലേക്ക് എംബ്രിയൽ പോയത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, to retrieve forces of spleen to trouble Belinda. So these were the questions which we discussed in the workshop. I hope you understood the question. I hope you could answer the questions. And that is all for today's workshop. Thank you.